വീട് കോളേരിയാണ്. കോളേരി അവൻ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വന്നതാണ്. സുഹൃത്തിന്റെ കുടുംബം തന്നെ മൊത്തം തന്നെ ആ അപകടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. അത് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങുമായിരുന്നു. അപ്പം ഞങ്ങൾ മൊത്തം വീട്ടില് 7 പേരുണ്ടായിരുന്നു. അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ചൊരു കട്ടിലല്ലേ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. കാര്യം ഞങ്ങളെ ഒന്നും അറിഞ്ഞില്ല. ഞങ്ങളെ ചെളിയും മണ്ണും കൂടെ വന്നിട്ട് എടുത്തുകൊണ്ട് പോയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എനിക്ക് അവനൊന്നും തൊടാൻ പോലും പറ്റിയിട്ടില്ല. അവനെടുത്തിട്ട് കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി അവര് വേറെ വഴിക്കണ്ടേ എന്നെ തിണ്ടിന്റെ അരികിൽ കൂടെ കൊണ്ടുപോയപ്പോൾ എനിക്കൊരു തുണിയിൽ പിടുത്തം കിട്ടിയതാ. എന്നിട്ട് അവിടുന്ന് കയറിയിട്ട് ഞാൻ നടന്നു. ഫ്രണ്ടിലൊരു കമ്പ് കഷ്ണം കിട്ടിയപ്പോൾ കമ്പ് മുന്നിലോട്ട് കുത്തി നടന്നിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാക്ടറി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ പോർഷനകത്താണ് ഞാൻ കയറുന്നത്. എന്നിട്ട് അവിടുന്ന് ഒരു 4 ഓട് ഇളക്കിയിട്ട് അവിടുന്ന് വലിഞ്ഞു കയറി ആ ബിൽഡിങ്ങിന്റെ പൊക്കത്ത് കയറി, ഓടിന്റെ പൊക്കത്ത് കയറിയിട്ട് പടിയിലിരിക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. ഫ്രണ്ടിൽ നിന്ന് ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ലോങ്ങാ, കാണാൻ പറ്റുന്നില്ല. അപ്പൊ ബേക്കിന്ന് ഫ്ലാഷ് വന്നപ്പോൾ ഞാൻ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് അവർ ഒന്ന് റിസ്ക് ചെയ്യുന്നത്. ഇത് നേരെ ക്യാമ്പിലോട്ട് കൊണ്ടുപോയായിരുന്നു. ഒരു പെട്ടെന്ന് തന്നെ കൊണ്ടുതന്നെ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ വീട്ടിലുള്ളവരൊന്നും കിട്ടിയിട്ടില്ല, എനിക്കറിയത്തില്ല. പോയി തേയില ഫാക്ടറിയുടെ മേളിലേക്ക് വലിഞ്ഞു കയറി. തൊട്ടടുത്ത് തന്നെ വേറൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഓടിട്ടെ. അപ്പം പെട്ടെന്ന് എനിക്ക് രണ്ടാമത് ഉരുള് കിട്ടുമെന്നുള്ള പേടിയായി. വെള്ളം വന്നാൽ തന്നെ ഇന്നെ കൊണ്ടുപോകുന്നുള്ള പേടിയിൽ ഞാൻ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ വലിഞ്ഞു കയറി മേളിലോട്ട് എത്തിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഹെൽപ്പ് ചോദിക്കുന്നത്. അപ്പോൾ അന്നേരം ആരെങ്കിലും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചോദിക്കുമ്പോൾ പരിസരത്ത്? ഉണ്ട്, കുറെ ഫ്ലാഷ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്, ടോർച്ചൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ദൂരത്തുനിന്ന് അടിക്കുന്നത്, കാണുന്നില്ല. എന്നെ ആ ഫാക്ടറിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടിക്കുന്നത്, ഞാൻ അപ്പുറത്തെ സൈഡില്. അപ്പം അവിടുന്ന് എനിക്ക് പേടിയായി കിട്ടുവാണ്. കുറച്ച് നെർവസ് ആയപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ബേക്കിൽ നിന്ന് ലൈറ്റ് അടിക്കാൻ തുടങ്ങി. അപ്പം തേയിലത്തോട്ടത്തിന്റെ അവിടെ ലൈറ്റ് അടിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ആശ്വാസമായിട്ട് ഞാൻ അവരെ വിളിച്ച് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയപ്പോൾ അവർ കറക്റ്റ് കണ്ടെന്ന് 2 പേര് വന്ന് തൂക്കി ഇറക്കി, എണീക്ക് വെച്ച് ഇറക്കി എന്നെ അവിടുന്ന് കൊണ്ടുപോയായിരുന്നു. ഭയത്തിനെന്തോ കുഴപ്പമൊന്നും പറ്റിയില്ല. പെട്ടെന്നാണ് സംഭവിച്ചത്, മണ്ണെല്ലാം കൂടെ ഒഴിവ്. ഞങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാരും കൂടെ വരുമ്പോൾ, സുഹൃത്തിന്റെ പേര് ശരൺ എന്നാ പേര്. ഞങ്ങളെല്ലാരും വീട്ടുകാരെല്ലാരും കൂടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് ഞാൻ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി, ബാത്റൂമിലൊക്കെ പോയി വന്ന് ഇപ്പൊ അടുത്ത വന്നപ്പോ ഉരുളോട്ടിപ്പം കറക്റ്റ് അറിയത്തില്ല, ഒരു 2 മണിയൊക്കെ ആയി കാണും ഏകദേശം. ഞാൻ ഒരു 12 മണിയൊക്കെ ആയപ്പം മൂത്രമൊഴിക്കാനൊക്കെ പോയി അന്ന്. പിന്നെ അച്ഛൻ കുറച്ച് കടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടാമത് കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ ഈ സംഭവം ഉണ്ടായത്. അപ്പം എന്റെ മേത്തിൽ കൂടെ ഇങ്ങനെ ചെളിയും മണ്ണും കയറി എന്നെ ഉന്തിക്കൊണ്ട് പോയപ്പോഴാണ് അറിയുന്നത് ഞാൻ പെട്ടുന്ന്. പിന്നെ എനിക്കൊരു പേടിയായിരുന്നു, രക്ഷപ്പെടുമോ മരിക്കുമെന്നല്ല. എങ്ങനെ എന്തോ രക്ഷപ്പെട്ടു. ഞാൻ ശരണിന്റെ കൂടെ തന്നെ ഏവിയേഷൻ പഠിക്കുകയാണ് കോഴിക്കോട്. അപ്പൊ അങ്ങനെ അവന്റെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു, എനിക്കറിയാം അമ്മേനെ, വീഡിയോ കോൾ ചെയ്തിട്ടാണെങ്കിലും. അപ്പോൾ വിളിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പോയി. അപ്പം വിളിച്ച് ഞാനടക്കം 7 പേരുണ്ടായിരുന്നു. വിളിക്കുന്നുണ്ട് വാടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഓന് നാട്ടിൽ പോയിട്ട് ഒരു 3-4 മാസമായി. അപ്പോൾ പറഞ്ഞു എന്തായാലും നാട്ടിൽ പോകുന്നുണ്ട്, നീ വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാന്ന് പറഞ്ഞ് അമ്മേനൊക്കെ കണ്ട് അമ്മയ്ക്ക് സന്തോഷമൊക്കെ ആയി. അന്ന് പിറ്റേന്ന് അവിടെ പൊട്ടുമെന്ന് അറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് സംഭവിക്കാൻ അറിയത്തില്ല. പിറ്റേന്ന് ഞങ്ങൾ ക്യാമ്പിലോട്ട് പോവാ, എന്റെ തുണിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെന്താ ക്യാമ്പിലോട്ടും പോകാൻ, എനിക്കെന്താ വീട്ടിലോട്ടും വരാൻ വേണ്ട ഞങ്ങൾ. പിന്നെ രാത്രിയാണ് സംഭവം നടന്നത്.